ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അമേരിക്കൻ എപ്പിസോഡിലാണ് ഇന്നുള്ളത്. ഈ വീടുകളെ കണ്ട അതൊന്നല്ല കേട്ടോ, നമ്മൾ വണ്ടീൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ കണ്ടിരുന്നുണ്ടാവുക. നമ്മളിന്നിപ്പോൾ കൊണ്ടുവരുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡ്രൈവും ഒരു എക്സ്പെഡിഷനിലാണ്. ഒരു വണ്ടിയല്ല, ശരിക്കും മൾട്ടിപ്പിൾ വണ്ടികളുണ്ട്. ഏതായാലും വണ്ടി എന്നായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന രീതിയിലൊരു വണ്ടിയാണ്, ഓഫ് റോഡറാണ്. ഗസ് ചെയ്യാൻ പറ്റിയതാണ്. മറ്റൊന്നല്ല, ജി വാഗൺ ആണ്. വെറും ജി വാഗൺ അല്ല, ജി വാഗണിൻ്റെ തന്നെ ആകെ V12 മോഡൽ വന്നിരിക്കുന്നത് G65. കുനാലിൻ്റെ ഫ്രണ്ട് റാസിൻ്റെ വണ്ടിയാണത്. ഈ ഒരു വണ്ടി മാത്രമല്ല, നമ്മളെ കൂടെ 2 ജി വാഗൺ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ രണ്ടും യുണീക്ക് ആയിട്ടുള്ള ജി വാഗൺസ് ആണ്. അങ്ങനെ 3 ജി വാഗണുമായിട്ട് നമ്മൾ 4 പേര് ആക്ച്വലി ഒരു ഡ്രൈവിന് പോകുന്നത് വേറൊരു സ്ഥലമല്ല, ഡെത്ത് വാലി എന്ന് പറഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലമാണ്, ഡ്രൈ ആയിട്ടുള്ള സ്ഥലം. അതുപോലെ തന്നെ ഒരു ഡെസേർട്ട് ആയിട്ടുള്ള സ്ഥലമാണ്. ഡെത്ത് വാലി പോയിട്ട് നമ്മൾ 3 ജി വാഗണുമായിട്ടുള്ള ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഈ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഞാനും മാത്രമല്ല, കുനാലുണ്ട്, കുനാലിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, മെയിൻ റാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും മലയാളത്തിലാവില്ല എപ്പിസോഡ് ഉണ്ടാവും, ഇംഗ്ലീഷ് മിക്സ് ആയിരിക്കും. നമ്മൾ മലയാളികൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവണം, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇന്നത്തെ ഒരു പൊളി എപ്പിസോഡായിരിക്കും. വെൽക്കം ടു ഫ്ലൈ. ക്യാമ്പിങ്ങിനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പിംഗ് എക്യുപ്മെൻറ്റ്സ് ചിലത് വേണം. ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ് എല്ലാം അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് റെൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ REI എന്ന് പറയും, റിക്രിയേഷണൽ എക്യുപ്മെൻറ്റ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം. നമ്മുടെ നാട്ടിൽ ഡിക്കാത്തലോണിൻ്റെ ഒരു വലിയ ഫോം എന്ന് പറയാൻ പോരാ, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ ഡിക്കാത്തലോൺ ഇങ്ങനെയല്ല. കുറേ ക്യാമ്പിങ്ങിനുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവരിവിടെ റെൻറ്റ് ചെയ്യും, വിൽക്കുന്നുണ്ട്. നമ്മൾ ജാക്കറ്റ്സ് കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിതിപ്പോൾ റെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ട് പോകാനുള്ള പ്ലാനാണ്. വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ വന്നാണ് എടുക്കാൻ. ഓൾ ഗെറ്റിംഗ് സെറ്റ് ഫോർ ദിസ് ക്യാമ്പിംഗ്. രാത്രി എത്ര മണിയായെന്നാണ് നിങ്ങൾ ഊഹിക്കുന്നത്? 7, 8, 10 അവർ 12. ഇപ്പം വൈകിട്ട് 5:30 മണിയായിട്ടുള്ളൂ. നേരത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇവിടെ വിൻ്ററാകുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഇടുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മൊഹാവേ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഫില്ലിങ്ങിന് നിർത്തി. ഫസ്റ്റ് എടുത്തപാട് നമ്മൾ ഫില്ല് ചെയ്തിരുന്നു. ഇത് G65 ആണ്, V12 എഞ്ചിനാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടിയുണ്ട്. എന്നാലും അങ്ങനെ വലിയ മോശമായിട്ടില്ല. മൈലേജ് നോക്കിയിട്ടില്ല. പറഞ്ഞ് ഹാഫ് ടാങ്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മളൊന്ന് ഫില്ല് ചെയ്തതാണ്. നമ്മൾ എല്ലേന്നും ഒരു 4:30 സ്റ്റാർട്ട് ചെയ്തപ്പം 7:30 മണിയായി ഇവിടെ. 7:30 മണിയാണ് ആയിട്ടില്ല. പക്ഷേ ഒരു ഏകദേശം 5:30 ആകുമ്പോൾ തന്നെ നല്ല ഇരുടായിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇപ്പം സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയം അതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. മൊഹാവേ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് ഡെത്ത് വാലി ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു 2 മണിക്കൂർ പോയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ടീമായിട്ട് മീറ്റ് ചെയ്യാൻ. രാത്രി ആവും എത്തുന്നത്. പക്ഷേ ബാക്കി സ്റ്റോറീസ് എല്ലാം നമുക്ക് കാണാം. എന്തായാലും നമ്മളിപ്പോൾ ഒരു ഷെല്ലിൻ്റെ പമ്പിൽ നിർത്തിപ്പോൾ ഫില്ല് ചെയ്തു. ഈ G65 എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സാധനമാണ്. കൂടുതൽ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. സോ നമ്മളിപ്പം ബിഗ് പൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഉള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം വീണ്ടും 100 കിലോമീറ്റർ വന്നു. പക്ഷെ ഒന്നും ഷൂട്ട് ചെയ്യാതിരിക്കാൻ കാരണം ഫുള്ള് ഡാർക്കായിരുന്നു. 2 ഗേജ് റോഡാണ്. അങ്ങോട്ടുള്ള ട്രാഫിക് ഉണ്ടെന്നല്ല വേറെ ഒന്നും കാണുന്നില്ലായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് തണുപ്പും കാര്യങ്ങളും മാറി. ഇപ്പോൾ 0ന്റെ താഴെയാണെന്നാ മീറ്റർ കാണിക്കുന്നത്. അല്ല കുനാൽ, It's cold, man. It's cold. It's cold. ഇനി ഇവിടുന്ന് ഒന്നും കൂടെ ഒരു ലെയർ കൂടെ ഡ്രസ്സ് ഇട്ടിട്ടേ ഇനി പോകാൻ പറ്റുള്ളൂ. എന്തായാലും കാഴ്ചകളെല്ലാം നാളെ നമുക്ക് ശരിക്കും കാണാം. സോ ടൈം ബീങ് ഗുഡ് നൈറ്റ്. സോ ഗൈസ്, നമ്മുടെ മീറ്റിംഗ് പോയിന്റിലെത്തി. ഈ 2 ആളെ കൂടെ നമ്മൾ മീറ്റ് ചെയ്തു. ഇതാണ് ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നത്. 2 എക്സ്ട്രാ G വാഗൻസ് കൂടെ നമ്മൾ കൂടിയിരിക്കുക. അതും സാധാ G വാഗൺ അല്ല, 2 സ്പെഷ്യൽ 2 G വാഗൻസ് ആണ്. ഒന്ന് 84 മോഡൽ എക്സ് മിലിറ്ററി പ്രോപ്പർ G വാഗൺ വുൾഫ് എന്ന് പറയുന്ന വണ്ടിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് റാസിൻ്റെ വണ്ടിയാണ്. ഇതും റാസിൻ്റെ വണ്ടിയാണ്. ഇത് പിക്കപ്പാണ്. ഇത് 2016 ഫുള്ളി റിസ്റ്റോർഡ് പിക്കപ്പാണ്. ഇത് രണ്ടും റയർ ആയിട്ടുള്ള സാധനമാണ്. ഈവൺ ഇൻ USA ഇറ്റ്സ് വെരി റയർ. ആൻഡ് അലോങ് വിത്ത് അസ് ദിസ് മാസീവ് V12 എഞ്ചിൻ 65. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ ഈ ഒരു മീറ്റിംഗ് പോയിന്റിൽ എത്തുക എന്നുള്ളതായിരുന്നു. നമ്മളിവിടെ എത്തി. ബിഗ് പൈൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മൊഹാവേയിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യാമ്പിങ്ങിന് പോകണം എന്നുള്ള പ്ലാനിലാണ് നമ്മളിവിടെ മീറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഓണറേയും ഫ്രണ്ടിനെ നമുക്ക് പരിചയപ്പെടാം. ഐ എം കോളിംഗ് ദം. റാസ്, പ്ലീസ് ജോയിൻ us. How's it going? Yeah, man. Good to finally meet you. Yeah, same. Great to meet you. Welcome. G family. G family. Yeah. G family, 100%. Yeah. So Raz is Kunal's good friend. Is again an automotive photographer, and he is the lucky guy to own all these 3 Bs. Very lucky. Yeah, and we fall in the same G family. 100%. And Raz's friend is also joining us. Yep. Meriwether is also here. But I think he'll be coming on the screen later. Anyway, what's the plan for now? So the plan is to camp tonight, and then tomorrow is going to be a big day pushing into Death Valley National Park. Wow. We're going to do over 100 miles off road, so it should be a good time. Great. Hopefully run into some other fun people who are into the same kind of things that we are. But yeah, show you guys a lot of different types of California landscape. So that's the plan for tomorrow. So that's the plan. Like നമ്മൾ നാളെ ഇവിടുന്നും സ്റ്റാർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് ചെയ്തിട്ട് നാളെ രാവിലെ ഡെത്ത് വാലി നാഷണൽ പാർക്കിലൂടെ പോകും. ഒരു 100 മൈൽസ്, അതായത് 160 കിലോമീറ്ററോളം നമ്മൾ ഓഫ് റോഡ് ചെയ്യും. ഇതുപോലുള്ള സിമിലർ ആയിട്ടുള്ള ആളുകളെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി വീക്കെൻഡ്, no? It's a Friday tomorrow. Yeah, exactly. Going into the weekend, and no better way to spend it. Exactly. Yeah. So weekend നമ്മൾ അടിച്ചോളി സ്പെൻഡ് ചെയ്യണം. പക്ഷേ ഇന്നിപ്പം actually we were supposed to camp somewhere else, and you said it's snowing over there, right? Yeah, it got really high altitude and got into some deep snow, so it's a little bit more comfortable down here. Yeah. So they reached earlier than us, and they went to one campsite, and they came back saying that it's snowing over there, so it's not advisable to go and stay. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പം ഇവിടെ എവിടെയെങ്കിലും തന്നെ ക്യാമ്പ് ചെയ്യാണ്. ആൻഡ് ഇറ്റ്സ് 4 degrees now, and it may fall down again. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് better to be somewhere over here. It's pretty cold, right? Exactly. So see you tomorrow in a new day.
വന്ന് നമ്മൾ ക്യാമ്പ് ചെയ്ത് ഒരു അടിപൊളി സ്ഥലം. അടിപൊളി പറഞ്ഞാൽ തണുത്തിട്ട് വയ്യ, -1. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് ക്യാമ്പ് ചെയ്യണമെന്നായിരുന്ന സ്ഥലത്ത് ഫുള്ള് മഞ്ഞായതുകൊണ്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനുണ്ട്. എന്നാലും തിരിച്ച് വന്നിട്ട് നമ്മൾ പമ്പിൽ നിന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇവിടെ അടുത്തൊരു ക്യാമ്പിംഗ് സൈറ്റിൽ വന്നു. ഈ ടെൻറ്റിൽ ഞാൻ കിടന്ന് ഈ ടെൻറ്റിൽ കിടക്കുമ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്ത തണുപ്പും ചെറിയ കാറ്റിലടിക്കുമ്പോൾ -1 ഇപ്പോൾ നമ്മൾ നേരത്തെ ടെമ്പറേച്ചർ കേസ് -1 ഉണ്ട്. അപ്പോൾ ഈ 3 ജീൻ്റെ കൂടെ നമ്മൾ കിടന്നുറങ്ങി. ഇത് പിക്കപ്പ്, ഇത് മിലിറ്ററി വണ്ടി, അത് നമ്മൾ വന്ന് അതിൻ്റെ മേലുള്ള ടെൻറ്റിലാണ് റാസ് കിടക്കുന്നത്. മുകളുടെ ഫ്രണ്ട് പിക്കപ്പിലും കിടന്നിരുന്നു. പക്ഷെ എണീറ്റ് കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണ് അവിടെ അടിപൊളി. സൂര്യനെ ഇവിടുന്ന് ഉദിക്കും, ഈസ്റ്റ് ഇസ് ദിസ് സൈഡ്, ഇവിടുന്ന് ഉദിക്കുക. പക്ഷേ അതിനേക്കാളും ഭംഗിയുള്ളൊരു കാഴ്ച ഇപ്പുറമുണ്ട്, അത് കാണാം. അത് ഇവിടുത്തെ കാലിഫോർണിയയിലെ ഏറ്റവും ഹൈറ്റുള്ള മൗണ്ടനും അതിൻ്റെ മേലുള്ള സ്നോയും കാണാം. അപ്പോൾ ഞാൻ സ്നോ ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലല്ലോ ഇവിടെ ആയിരിക്കും എന്നുള്ളത്. നമ്മൾ ക്യാമ്പ് ചെയ്യണമെന്ന് കരുതി. ഇനി ഇവിടെ നമ്മൾ ചെറിയ ക്യാമ്പ് ഫയറെല്ലാം നല്ല ചെയ്ത് ക്യാമ്പ് ഫയറിലെ ലോഗെല്ലാം വെച്ചിട്ട് കത്തിച്ചു. നമ്മൾ കുറച്ച് ചൂടെല്ലായിട്ട് ഇരുന്ന് ഇവിടെ ഇങ്ങനെ ഈ സീറ്റിലെല്ലാം ഇരുന്നു. അതിന് കൂടുതൽ ഒരു കോഫിയെല്ലാം ഉണ്ടാക്കി കുടിച്ചിട്ട് കിടന്നത്. പക്ഷെ അതുവരെ തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളുണ്ട്, കുഴപ്പമില്ല. ഞാനൊരു 3 ലെയറിൻ്റെ മേലെ ഉള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ 2 സോക്സ് ഉണ്ട്, പാൻറ്റ് 2 ഉണ്ട്. എന്നിട്ടും തണുപ്പുണ്ട്. എൻ്റെ ബാക്കിൽ കുരാലും എല്ലാം അതേമാതിരി നല്ല ടെഡി ബെയറിൻ്റെ കാര്യം നിൽക്കുന്നുണ്ട്, ഫുള്ള് സാധനങ്ങളെല്ലാം കയറ്റിയിട്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പം ഡ്രൈവ് തുടങ്ങും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴി കാണാം. ഓക്കെ, ഓരോല്ലാം ഇരിക്കുന്നേ ഉള്ളൂ. സോ അധികം ഒച്ച വെച്ചിട്ട് ഓരോ ഉറക്കമുണ്ട്. ഇനി ഇവിടെ ഫുള്ളും ക്യാമ്പ് സൈറ്റാണ്, ഫുള്ള് വണ്ടികൾ നിങ്ങൾക്ക് കാണാം. വാട്ടർ സൈസ് വെള്ളം കിട്ടുന്നില്ല, വെള്ളമില്ല. സോ ഇതായിരുന്നു എൻ്റെ ബെഡ്. നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ റെൻ്റ് ചെയ്തല്ലോ എന്നല്ലേ, നിങ്ങൾ കണ്ടല്ലോ. റെൻ്റ് ചെയ്ത് ആ സാധനമാണ്. അത് നമ്മളിപ്പോൾ 2 പേരും കൂടെ ഈ ഒരു ടെൻറ്റിൽ കിടക്കാൻ പറ്റി. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏതായാലും ഫോൾഡ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കണം. ഈ ടെൻറ്റും ഫോൾഡ് ചെയ്യണം. അത് റാസിൻ്റെ ടെൻറ്റാണ്. നമ്മൾ വേറെ ടെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. നല്ലൊരു ടെൻറ്റ് ഉണ്ട്. ഇത് ഈസിയാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ, പക്ഷേ വാമാണ് ഉള്ളിൽ. ഇത് കൊണ്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാഗുണ്ട്, അതിൽ നമുക്ക് വയ്ക്കാം. വിച്ച് ഇസ് ദിസ് വൺ. കയ്യിലെ പോക്കറ്റിന് എടുക്കുമ്പോഴേക്കേ മരവിച്ചു പോവാ. അപ്പോൾ ഈ കസേരകളെല്ലാം നമ്മൾ ഉപയോഗിച്ച് ഇരിക്കാനല്ലോ. ഇതെല്ലാം റാസിൻ്റെ കസേരയാണ്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഇരിക്കുകയായിരുന്നു. You know, okay. അപ്പോൾ ഈ ഇത് ചൂടാക്കാൻ, കൈ ചൂടാക്കാൻ ഒരു സാധനം കൂടെ ഉണ്ട്, വിച്ച് ഇസ് ദിസ് വൺ. ഇതിങ്ങനെ ഇളക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചൂട് നിൽക്കുന്നുണ്ട്. ടോ വാർമർ എന്ന് പറഞ്ഞപ്പോൾ ഷൂവിൻ്റെ ഉള്ളിൽ ചൂടാക്കാൻ വെക്കുന്ന സാധനമാണ്. ഇതിങ്ങനെ ഇന്നലെ രാത്രി തന്നായിരുന്നു ഇവർ. അതിങ്ങനെ ഇളക്കി വെച്ച ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ചൂടായി തുടങ്ങും. പിന്നെ ആ ചൂട് ഇപ്പോഴും രാത്രി ഫുള്ളുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഉണ്ട്. പക്ഷേ ഇല്ലെങ്കിൽ കൈ പണിയായി പോകും. ഞാനാണ് ഗ്ലൗസ് എടുത്തിട്ടില്ല. അപ്പോൾ നല്ല ചാലഞ്ചാണ്. ബട്ട് ഇറ്റ്സ് ഗ്രേറ്റ്. പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ.
So this G was a radio truck for a tank group. Okay. So basically, it would follow a bunch of tanks around, and mounted on here were big antennae, so that they could talk on the radio. Okay. And this is where the cables came through. Okay. But there's also underneath the hood, there's a big electrical outlet, and it's basically so that when the tanks would get wherever they were going, they would plug in a surface-to-air missile launcher, and this would power it. So really? yeah, those are the two jobs that this thing had in the Dutch military. That's an information. Pretty legit. Pretty legit. I have all the stuff loaded in the back of the G, and I want to put stuff up in the tent. You know, you literally just take stuff from here and just put it right up into there. It's fucking. My camera bag. Like, tell me how nice it is. 'Cause then you can just like grab stuff from here, just put it right up in the tent. That's the shit. So guys, here is Raz bringing his tent down. Maggiolina is the tent, and amazing one, it's like a room for him. It's a very nice hotel room. Yeah, very nice hotel room. It's the fastest RV there is, you know? Yeah. So, this one is made with a lot of aerodynamics gone onto the design, because, it's been curved in a way that the air is flown well, because it's a boxy vehicle first, second, after all this on the roof, there is chances to grab a lot of wind, and, that will be a issue when you do high speed. So that is mostly avoided in this kind of tent, and it's quite expensive one, but it's a very good one. It can last up to 20 years. Just converting to Malayalam, 20 വർഷം വരെ നിൽക്കാവുന്ന രീതിയിലുള്ളൊരു ടെൻറ്റാണ്. വളരെ നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. കാരണം സ്പീഡിലെല്ലാം പോകുമ്പം എയർ പിടിക്കും, നമുക്കത് ശരിക്കും ഒരു കൊലച്ചിലെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് ജി വാഗൺ ബോക്സ് വെഹിക്കിൾ, ഇത് G65 ആണ്. അത്രയും പവറിൽ പോകുമ്പം അതെല്ലാം ഒഴിവാക്കാനും പിന്നെ 20 വർഷം നിൽക്കും. പിന്നെ ഒരു ശരിക്കും റൂം പോലെ തന്നെയുള്ള സ്പേസ് അതിലുണ്ട്. സോ അതിൻ്റെ പുറമെ ഇതിൻ്റെ മേലെ ഒരു റൂഫ് റാക്കും കൂടെ വെക്കാം. യു ക്യാൻ ഹാവ് എ റൂഫ് റാക്ക് ആക്ച്വലി ഓൺ ടോപ്പ് ഓഫ് ദിസ്. സോ ഇറ്റ്സ് സോ ഗുഡ്, വെൽ ബിൽഡ് for that. And these are things which you really need when you are having a proper off-roader. These cars are actually meant to do adventure drives rather than doing city drives. So the real hardcore G lovers do that. That's why we are here along with these guys from the other part of the world. Raz, where should I trash this one? So we're going to load up the trash in the pickup truck. We're going to drive it over there and drop it in the dumpster. Okay, cool. Cool. I'll pick these also. Yeah. So guys, one important thing to be noted, like whenever you do camping, you don't leave your trash, just leave your track there. Okay, so take it away, all the trashes you made there. So make your track clean or place clean, leave your trash in the proper places. That is very important. As I said, taste our track which is like leave your track, not the trash. So guys, we are ready to move. G65 and I'm pack ready. So I'm going to take this one. ഗൈസ്, ഞാനിപ്പോൾ ഓടിക്കുന്നത് G65 ബൈ ടർബോ ആണ്. അതിനെക്കുറിച്ച് ചെറിയ ബ്രീഫ് വരികയാണെങ്കിൽ, ആക്ച്വലി G65 എന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റഡ് നമ്പറിൽ വന്നിരുന്ന V12 പവർ ആയിട്ടുള്ള G വാഗൺ ആണ്. വളരെ കുറച്ച്
V12 എഞ്ചിൻ്റെ SUV-കളേ ഉള്ളൂ ലോകത്തിൽ. അതിൽ ഏറ്റവും പ്രോമിനൻ്റായി നിന്നിരുന്നൊരു വണ്ടി തന്നെയായിരുന്നു. കാരണം ഇത് ആദ്യം ആക്ച്വലി V12 G-Wagonൽ വന്ന് ബ്രാബസ് ട്യൂൺ ചെയ്തിട്ടായിരുന്നു. ബ്രാബസ് ആയിരുന്നു V12 എഞ്ചിൻ S-Classന് എടുത്തിട്ട് ജിയിൽ വെച്ചിട്ട് ചെയ്തിരുന്നത്. അന്ന് അത് ഏറ്റവും ക്വിക്കസ്റ്റ് SUV ആയിരുന്നു. എനിക്ക് തോന്നുന്നു 2012-13 സമയത്താണ്. 14 കൂടിയിട്ടാണ് മെർസിഡീസ് G65 വർക്ക് ചെയ്യുന്നതും. 16-ലാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. 15-ൽ മറ്റാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇതിൽ വന്നിരുന്നത് അന്നത്തെ S65-ലും SL65-ലും ഉണ്ടായിരുന്ന അതേ V12 എഞ്ചിനാണ്. 1 man 1 എഞ്ചിൻ എന്നുള്ള ഫിലോസഫിയിൽ ബിൽഡ് ചെയ്യുന്ന എഞ്ചിനാണ്. 2 എഞ്ചിനേഴ്സ് മാത്രമാണ് ഈ V12 എഞ്ചിൻ അസംബ്ലി ചെയ്യാറുള്ളത് AMGയിൽ. അതൊരാൾ എനിക്ക് പേഴ്സണലി അറിയാം, മൈക്കിൾ കൂപ്ലർ എന്ന് പറയും. പുള്ളിയായിട്ട് ഞാൻ നല്ല ബന്ധമാണ്. ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മളെപ്പോഴും ചാറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എഞ്ചിൻ പുള്ളി ചെയ്തതല്ല, പുള്ളിയുടെ ഫ്രണ്ട് ചെയ്തതാണ്. എനിവേ ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇത്രയും ഒരു കൾട്ടായിട്ട് നിൽക്കുക SUV-ൽ V8 ഉണ്ടാകുമ്പം അതൊന്നും പവർഫുള്ളായിട്ട് വന്നൊരു എഞ്ചിനായിരുന്നു. അപ്പോൾ ഈ എഞ്ചിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആളുകൾ യൂട്ടിലൈസ് ചെയ്തിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനൊരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കാരണം 900 Nm ടോർക്ക് 1000-ന് മേലെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനാണ്. 1000 ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇപ്പം മാബാക്കിൽ നിന്ന് വരുന്ന ഇതേ എഞ്ചിൻ തന്നെയാണ്, വേറെ രീതിയിൽ ട്യൂൺഡാണെന്നേ ഉള്ളൂ. അപ്പോൾ 900 Nm ടോർക്കിന് വയ്ക്കാൻ കാരണം അത് കുറച്ച് വയ്ക്കാൻ കാരണം അത് ഗിയർ ബോക്സ് അന്ന് അത്രയ്ക്കുള്ള ഗിയർ ബോക്സ് ഉള്ളായിരുന്നു. അന്ന് 7 സ്പീഡ് അപ്പോൾ ഇതിലുള്ള അത്രയ്ക്ക് ഗിയർ ബോക്സിന് ആ ടോർക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അത്രയ്ക്ക് ലിമിറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ബ്രാബസ് അന്ന് 1000 ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. എനിവേ അന്നത്തെ ബ്രാബസിൻ്റെ ട്യൂണിങ് ഇതും വ്യത്യാസമുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഓഫ് റോഡിലെല്ലാം ഈ ഒരു ടോർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ്. എനിവേ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് G65 ഓടിക്കുന്നത്. G65 ഒരു ഇതിലും കൂടെ ഈ V12 എഞ്ചിൻ വന്നിരുന്നു G65 ആയിട്ടല്ല, G650 ആയിട്ടാണ്. അത് ലാൻഡ്വെല എന്ന് പറയുന്നിട്ടുള്ള മാബാക്ക് എഡിഷൻ G-Wagonൽ വന്നിരുന്നു. അതിലും കൂടെ കുറച്ച് ലിമിറ്റഡ് നമ്പറിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ മാത്രമാണ് ആകെ G-Wagonൽ V12 വന്നിട്ടുള്ള. മെർസിഡീസിൻ്റെ ഏക V12 SUV ആണ് G-Wagonൻ്റെ G65 V12 ആയിട്ട്. സോ ഗൈസ്, നമ്മളിപ്പോൾ ടയറിൽ കാറ്റ് കുറയ്ക്കുകയാണ്. 25 pound PSI ആണ് വെക്കുന്നത്. അതിന് ഞങ്ങളൊരു ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഒരു ടയറിന് 25 PS ആവാൻ എത്ര സമയം എടുക്കുന്നത് നോക്കുകയാണ് ടൈമർ വെച്ചിട്ട്. എന്നാൽ അതിനെ ബാക്കിയുള്ളതിന് ആ സമയം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സമയം ലാഭിക്കാം. 3 വണ്ടീൻ്റെ കുറയ്ക്കാണ്ട് 28 ആയി. സോ ഓഫ് റോഡിങ്ങിൽ അതേപോലെ തന്നെ നമ്മൾ ഡെസേർട്ട് പോകുമ്പോൾ മാത്രമല്ല എല്ലാ സമയത്തും ടയർ പ്രഷർ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓരോ സമയത്തും ഓരോ ടയർ പ്രഷറാണ് വേണ്ടത്. അപ്പോൾ അത് റിയൽ ഓഫ് റോഡ് ചെയ്യുന്നവർക്കെല്ലാം അത് ശരിക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇറ്റ്സ് ഓൾവേസ് റിക്വയർഡ് 26. Okay. And this is the top half of the park. So we're coming in this edge up here. Okay. And right now we're about here. So we're going to work our way down. But first we go up and over mountains right there. We go up and over. Okay. That's all of this stuff, Yeah. which we should have some snow. And then this whole stretch right here, we're dropping down into the valley. So this is the valley floor. Okay. So, and these mountains are huge. These are like 12,000 feet tall. So these are very, very tall mountains. So we're going to come down here, we're going to work our way down, and then when we get to the valley floor and we get to these sand dunes, we're going to huck a left and we're going to go up to here, and that's where the hot springs are. Okay. So we'll be able to swim if we want to get to swim and warm up. It should be really fun. So anyway, so that's the plan, and we're going to, this is a huge valley. Oh. And then this is where we're going to be exploring today. Right. And then a little bit later on, if we make it down here, you go past this big salt lake, which is really pretty. And then this road, Lippincott Road, that's the most challenging road in Death Valley. Okay. And it's just this little tiny stretch. Okay. But it's like, I've never done it. But if we make it there in time, at least one of the G's, we have to go try it. Because everyone says it's the most gnarly road in Death Valley. Great. So I think we're going to do that. So that's the plan. Oh, let's see. So it should be good. Yep. So I think we'll do a stretch. We'll like do this first stretch, and we'll all stay in the G's that we're in. Okay. And then maybe once we get up to the top of this mountain and we start working our way down, then maybe we'll switch it up so everybody can get time Cool. in all the different G's. That makes sense. Sound good? Yeah, sounds good. Let's fucking do it, baby. Cool. Okay. So guys, this is the map of Death Valley. Yeah. So Raz, I'm going to switch on to Malayalam for my audience. So നമ്മൾ ഈ ഡെത്ത് വാലിയുടെ മാപ്പിലുള്ളത് ഇത് നമ്മൾ പഴയ രീതിയിലാണ് നമ്മൾ നാവിഗേഷൻ ഉപയോഗിക്കാതാണ് പോകുന്നത്. ബട്ട് ഹീസ് അവെയർ അബൌട്ട് ദ റൂട്ട്. ഏകദേശം നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡെത്ത് വാലി എൻ്റർ ചെയ്തിട്ട് ഇങ്ങനെ താഴെ ഇറങ്ങി വന്നിട്ട് വാലിയിലൂടെ പോകും.
വാലിയിൽ തന്നെ നമ്മൾ എത്തുന്ന ടൈം അനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ നമുക്കൊരു സ്പ്രിങ് ഉണ്ട്, ഹോട്ട് സ്പ്രിങ്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്വിം ചെയ്യാന്നെല്ലാം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കാൻ ഒരു ചാലഞ്ചിങ് ഒരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. അത് ആക്ച്വലി നമുക്ക് ഒരു വണ്ടിയെങ്കിലും വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇതുവരെ ചെയ്തില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോണ വർക്ക്. എനിവേ I'm getting very excited. Very good. Yeah. Very fun. Cool. The fun starts now. Yeah. Guys, തുടങ്ങി നമ്മുടെ ഓഫ് റോഡിങ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഫുള്ളും റാറ്റിൽ ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം അങ്ങനത്തെ ഒരു കല്ലുള്ള റോഡാണ്, ഒരു പേയുടെ അല്ലാത്തൊരു മെച്ചാണ്. ആക്ച്വലി കാണുമ്പോൾ വലിയത് തോന്നില്ലെങ്കിലും ശരിക്ക് നല്ലൊരു ആൻഡുലേഷൻസ് ആർട്ടിക്കുലേഷൻസ് എല്ലാം വരുന്നുണ്ട് ഇടക്കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാണ് എല്ലാം വരുന്നത്. ഇതിനതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് വേറെ വിഷയം. എന്തായാലും നമ്മൾ അത്യാവശ്യം ഒരു എക്സ്ട്രീം ഇതിലേക്കെല്ലാം പോവും. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഓടിക്കുന്ന Copy, we'll do that. സോ ഞാൻ ഇപ്പം നമ്മൾ നിർത്തിയാണ് ഡ്രോണ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഒരു G65 ഒരു V12 എഞ്ചിൻ വെച്ചിട്ട് ആരും ഒരു ഓഫ് റോഡ് ചെയ്യുന്ന സാഹസം എടുക്കാറില്ല. കാരണം അത് എക്സ്പെൻസീവ് വണ്ടിയാണ്. അതൊരു ബുളേവാർഡ് വെഹിക്കിളാണ്. പലപ്പോഴും ബെവർലി ഹിൽസിൽ തിരിഞ്ഞളിക്കുന്ന വണ്ടിയായിട്ട് മാറുന്ന വണ്ടിയാണ്. അതൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു. ഒരുപാട് G-Wagonൻ്റെ ഫോട്ടോ LA നിന്ന് കാലിഫോർണിയയിൽ നിന്നും ലോസ് ആഞ്ചൽസ് എടുത്തിട്ട് NBD നെവർ ബീങ് ഡേർട്ടി എന്നുള്ള രീതിയിലൊരു ഫോട്ടോ. എന്നിട്ട് പുള്ളിയുടെ ഈ G65 ഓൾവേസ് ബീങ് ഡേർട്ടി എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റാസിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് അത് ഓഫ് റോഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളെ ഇപ്പോൾ സ്പെഷ്യലി ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണം. എനിക്ക് ആ റെസ്പെക്റ്റ് ഉണ്ട് റാസിനോട്. ഐ ഡു ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ. നമ്മളിപ്പോൾ ഒരു റാലി സ്റ്റേജിലാണുള്ളത്. പക്ഷെ ഇപ്പൊ ഒരു സൈറ്റ് കണ്ടു, കാഴ്ച കണ്ടു. എന്റെ മോനെ, ആരെങ്കിലും ടോം ക്രൂസിന്റെ ടോപ്പ് ഗൺ മൂവി കണ്ടിട്ടോ? ആ ടോപ്പ് ഗൺ മൂവി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാവിക് വന്നിട്ടുള്ള മൂവി ഉണ്ട്, കാണാത്തൊരുപാട് അടിപൊളി മൂവിയാണ്. അതെല്ലാം ഷൂട്ട് ചെയ്തൊരു ഭാഗമാണ്. അതേപോലെ തന്നെ 2 ഫൈറ്റർ പ്ലെയിൻസ് മാൻ. സോ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേ ഈ ഒരു വണ്ടിയിൽ സസ്പെൻഷൻ റാസ് മാറ്റി ബോക്സ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൊണ്ടുതന്നെ നോർമൽ AMG ജിയിൽ വരുന്ന സസ്പെൻഷൻ ഭയങ്കര ഹാർഡാണ്. പക്ഷേ എന്താ വെച്ചാൽ കുറേ ഓൺ റോഡ് പെർഫോമൻസ് ഉള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ റോഡിൽ നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡും പിന്നെ വാഷ് ബോർഡ് ടൈപ്പ് ഓഫ് റോഡാണിത്. വാഷ് ബോർഡ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് റാറ്റ്ലിംഗ് ആയിരിക്കും. ഫുള്ള് റാറ്റ്ലിങ്ങിൽ മറ്റേ സസ്പെൻഷൻ നിൽക്കും. അത് വണ്ടി സോറി കണ്ടിന്യൂസ് അപ് ഡൗൺ. ഓക്കെ, നമുക്ക് ഇടയ്ക്കൊരു കമ്മ്യൂണിക്കേഷനെല്ലാം വരുന്നുണ്ട്. വാഷ് ബോർഡ് റോഡ് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചിട്ട് പോകുക. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് കംഫർട്ട് ഒട്ടും ഉണ്ടാവില്ല മറ്റേ സസ്പെൻഷനിൽ. ഈ ഫോക്സ് ആക്കി മാറ്റേണ്ട സസ്പെൻഷൻ അടിപൊളിയാണ്. അതേപോലെ തന്നെയാണ് സസ്പെൻഷന് ചിലപ്പം പൊട്ടുമ്പോഴും വരാനും ഷോക്കിന് സസ്പെൻഷനിലെ ഷോക്കിന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പണ്ട് ഞാൻ 2000 നടന്നിട്ടുള്ള 2004 തോന്നുന്നു നടന്നിട്ടുള്ള ഒരു G എക്സ്പെഡിഷൻ ഓസ്ട്രേലിയ ഡ്രൈവ് ഉണ്ടായിരുന്നു. അതിൽ ഗ്രേറ്റ് കനീനി എന്ന് പറഞ്ഞിട്ടുള്ള റോഡിലൂടെ പോയിരുന്ന ഒരു എക്സ്പെഡിഷനാണ്. അതുപോലത്തെ എക്സ്പെഡിഷൻ ഉണ്ടോ നമ്മൾ ചെയ്യുന്ന എക്സാക്ട്ലി സെയിം കൈൻഡ് ഓഫ് റോഡും കാര്യങ്ങളും, അതിനേക്കാളും ബെറ്റർ എന്ന് പറയാം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ 4 G-Wagons ആയിരുന്നു 500. അതിൻ്റെ പുറമെ 2 സപ്പോർട്ടിങ് ആയിട്ടുള്ള G പ്രൊഫഷണൽസ്. മുമ്പിൽ ഈ പറഞ്ഞ ഒരു 5 ഡോറും പിന്നിലൊരു പിക്കപ്പ് ആയിരുന്നു. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന സമയത്ത് ഇവരുടെ ഈ G-Wagonsന് പലതിൻ്റെ ഷോക്കെല്ലാം പണിയായി. അങ്ങനെ ഇവർ സ്റ്റോക്ക് കൊണ്ടുവന്ന് തീർന്ന് രണ്ടാമത് വേറെ അടുത്തുള്ള ഒരു എയർ സ്ട്രെച്ചിൽ കൊണ്ടുവന്നിട്ട് ഈ പിക്കപ്പും പ്രൊഫഷണലും പോയിട്ട് അത് പിക്ക് ചെയ്ത് വരുന്നു. ആ വണ്ടികൾക്കും അത്രയും പോയിട്ടും തിരിച്ചെത്തുന്ന ഒരു സസ്പെൻഷനോ ഷോക്ക് അബ്സോർവോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് G പ്രൊഫഷണൽ എന്ന് പറയുന്ന പക്ക മിലിറ്ററി അല്ലെങ്കിൽ എന്താ പറയുക ആദ്യ ജനറേഷൻ എൻ്റെ G അല്ലെങ്കിൽ റാസിൻ്റെ വുൾഫും പിക്കപ്പിലും പോലുള്ള വണ്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കാണിക്കുന്ന G പ്രൊഫഷണൽ ഇന്നും പക്ക ഓഫ് റോഡ് സ്പെക്കിന് വരുന്ന വണ്ടിയാണ്. ബാക്കിയുള്ള G കുറെ കൂടി ഗ്ലോറിഫൈ ചെയ്ത വണ്ടി നമുക്ക് ഓഫ് റോഡിലും ചെയ്യാൻ പറ്റും. പക്ഷേ റെഗുലർ Gയിൽ അങ്ങനെ പറയുമ്പോൾ ഷോക്കെല്ലാം ചിലപ്പോൾ പോയിന്ന് വരും. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ട്. അത് എന്താ വെച്ചാൽ അത് കൂടുതലും ഓൺ റോഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഓൺ റോഡ് യൂസിന് ആളുകൾ വാങ്ങുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. എനിവേ ഇങ്ങനെ ഒരു ഡ്രൈവ് വരാൻ പറ്റിയ എനിക്ക് വൺ ഓഫ് മൈ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും
ഇറ്റ് ഈസ് ഹാപ്പനിങ്. താങ്ക് ഗോഡ്. താങ്ക്സ് ടു ഓൾ മൈ ഫ്രണ്ട്സ്. ഇറ്റ് വാസ് അമേസിങ്. നമ്മുടെ അറോക്സും യൂണിമോക്ക് ഡ്രൈവ് എല്ലാം പോലെ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് തന്നെയാണത്. അടിപൊളി. ഞാനൊന്ന് വണ്ടി മാറി ഇനി ഓടിക്കാൻ പോകുന്നത് പിക്കപ്പാ. ഓക്കെ, പിക്കപ്പ് ഞാൻ ഫസ്റ്റ് ടൈം ഓടിക്കുന്നത്. എന്റെ വണ്ടീന്റെ ആ ഒരു ബേസിക് എന്നാണ് ഇതിലുള്ളത്. പക്ഷെ കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ട്. ഒന്നത് പിക്കപ്പാണ്, എഞ്ചിൻ, പിന്നെ അതിലുള്ള എഞ്ചിൻ അതിന്റെ ശേഷം വന്നിരിക്കുന്ന എഞ്ചിനാണ്. അപ്പൊ അതുകൊണ്ട് 290 ആണ് രണ്ടും ഇവിടെ ഉള്ളത്. ഇത് പുതിയ എഞ്ചിനാണ്. എന്തായാലും G65 പോലെയല്ല, ഡീസലിന്റെ പവറും കാര്യത്തിലൂടെയാണ് പോകുന്നത്. കുറച്ച് കുടിക്കാനായിട്ട് സൺപർപ്പിൾ സീഡ് ഉണ്ട്. ഇങ്ങനെ രണ്ട് വായലിട്ട് പെട്ട് ഇപ്പൊ അത് വായതിങ്ങനെ പൊട്ടിച്ചയച്ചോണ്ടിരിക്കും. അതിന്റെ കൂടുതൽ വിശേഷം നമുക്ക് കാണാം. ഇതിൽ പോകുമ്പോൾ G65 നല്ലവണ്ണം റാറ്റ്ലിംഗ് കാര്യം അറിയുന്നുണ്ട്. ഒന്നാമത് സസ്പെൻഷന്റെ വ്യത്യാസമുണ്ട്, പിന്നെ അതൊരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള വണ്ടിയല്ല. പിന്നെ ഒറിജിനൽ സസ്പെൻഷൻ തന്നെയാണ് ഇതിലുള്ളത്. പക്ഷെ ഇങ്ങനെ കുറച്ച് റഫ് ആയിട്ടുള്ള സസ്പെൻഷൻ, കാരണം അത് ലോഡ് ടേക്കിംഗ് വെഹിക്കിളാണ്. അപ്പൊ അത് നമുക്ക് എപ്പോഴും കണക്കിലെടുക്കണം. അത് ഞാൻ പറഞ്ഞില്ല, അതിന് സസ്പെൻഷൻ സ്റ്റിഫ്നെസ് അതിന്റെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. മറ്റൊരു വശം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ സിംഗിൾ കാരേജ് റോഡ് ആകുമ്പോൾ വേറെ വണ്ടിയിൽ വരുന്ന സമയത്ത് നമ്മൾ നിർത്തി കൊടുക്കുകയും കാര്യമെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. അതിന്റെ കൂടെ നമ്മളിപ്പോൾ ഡ്രോണൊന്നും ഇറക്കും വേണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. ഇതിന്റെ കൂടെ സാധനം കാണിച്ചിട്ടാണ്. ഇത് G-Shackle Approved എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജാണ്. സാധാരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ, അതുപോലെ തന്നെ മിലിറ്ററി ഓഫീസർമാർക്ക് മെഡൽ കിട്ടുന്ന കാര്യത്തിലാണ് ഈ ഒരു ബാഡ്ജ്. റാസ ഇവരുടെ G-Wagonന്റെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് സെന്ററിൽ പോയിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്ന് കിട്ടുന്ന ബാഡ്ജാണ്. ഈ ബാഡ്ജ് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ G-Wagonലെല്ലാം ബി പില്ലറിൽ പഞ്ച് ചെയ്ത് വരുന്ന അതിന്റെ ഒരു ഭാഗമായിട്ട്. അപ്പോൾ അതാണ് ഈ ലോഗോ, അതാണ് ഈ ഒരു ബാഡ്ജ്. പക്ഷെ മീൻ ചെയ്ത് പുതിയ G-Wagon വരുന്ന മുമ്പ് തന്നെ അവിടെ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ കിട്ടും. എൻ്റെ അടുത്ത് തോന്നുന്നുണ്ട്, ഞാൻ അവിടെ പോയിട്ടില്ല, പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാനൊരിക്കൽ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ട്രിപ്പ് വന്നു കസ്റ്റമേഴ്സിനുള്ള. അപ്പോൾ അതിൽ വന്ന സമയത്ത് അവരിങ്ങനെ സജഷൻ ചോദിച്ചപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിനെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ആ പുള്ളി പോയിട്ട് അവിടെ ഡ്രൈവ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇത് കൊടുത്ത സമയത്ത് പുള്ളി അവിടെ റിക്വസ്റ്റ് ചെയ്തു ഒന്നുകൂടെ എക്സ്ട്രാ വേണം. കാരണം എൻ്റെ ഫ്രണ്ടാണ് ഇതിന് അയച്ചത്. ഫ്രണ്ട് ഭയങ്കര G-Wagon ഭ്രാന്തനാണ്. അപ്പോൾ ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് തന്നു. അതെൻ്റെ അടുത്ത് ഇപ്പോഴുണ്ട്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ടൊന്ന് കിട്ടണം.
അതിനുവേണ്ടി ടൈമിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, എന്നാണ് ആ ടേൺ വരാനല്ല. ആക്ച്വലി എൻ്റെ വേറൊരു ഫ്രണ്ടും ഞാനും കുനാലെല്ലാം ദുബായിലുള്ള ഫ്രണ്ടാണ്. ഞങ്ങൾ 3 പേരും കൂടെ വേറെ പുള്ളിയുടെ ഒരു ഫ്രണ്ട് കൂടെ 4 പേരും കൂടെ പോകണമെന്ന് കരുതിയായിരുന്നു ഈ ഡ്രൈവിന്. അതെപ്പോഴായിരുന്നു വെച്ചാൽ 2020 ഒക്ടോബർ ആ സമയത്തായിരുന്നു. നവംബർ ഒക്ടോബറിലിട്ടാണ് ബ്ലോക്ക് ചെയ്തത്. നമ്മൾ കോവിഡ് കഴിഞ്ഞ സമയത്ത്. കോവിഡ് കാരണം അന്ന് ജർമ്മനി മറ്റെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അവർ തുറന്നെങ്കിലും ഇന്ത്യൻസിന് എൻട്രി ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ടാമത് ഇവർ ഈ ഡ്രൈവ് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ 2 വർഷത്തേക്ക് വരെ ടിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ശേഷം നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാൽ അതും ഞാൻ കൊണ്ടുവരും. Big fun! ലോകോട്ട് വിസിലുണ്ടോ? G-Wagon is amazing. Mind-blowing, man. God. It's fun. Real fun. I'm getting into the wolf. എനിക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു വണ്ടിയാണ്. സെയിം ആസ് മൈൻ. കുറച്ച് വ്യത്യാസങ്ങളുള്ള ഒന്ന് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് മിലിറ്ററി സ്പെക്കിൽ വന്നത് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. എൻ്റെ കയ്യിൽ 4 സ്പോക്ക് ടൈപ്പാണ്. കുറച്ച് വലിയൊരു സെൻറ്റർ ഹബ്ബ് വരുന്നുണ്ട്. ഇത് കുറേ ട്രക്കിലും ട്രാവലറിലെല്ലാം പണ്ട് ട്രാവലറിൽ കണ്ട പോലത്തെ സ്റ്റിയറിംഗ് വീലാണ്. ബാക്കി എല്ലാം സെയിമാണ്. ആകെ ഈ ഡോർ പാഡിലൊന്നും ഇതൊന്നുമില്ല, എന്താ പറയുക, ക്ലോത്തോ മെറ്റീരിയലൊന്നുമില്ല, പ്ലെയിനാണ്. പിന്നെ അതിലുള്ള ഹോൾഡർ ഇല്ല, പകരം നെറ്റാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഫുള്ളി ലോഡഡ് ആണ്. ഇത് റാസിൻ്റെ എല്ലാ സാധനങ്ങളും ക്യാരി ചെയ്ത് കൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് മെസ്സായിരിക്കും. പക്ഷേ എനിക്കതൊന്ന് ഓടിക്കണമെന്നല്ല, പുള്ളിനെ കൊണ്ട് ചോദിച്ചാൽ ഓടിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ആയിരുന്നു. Little trick. Yeah, what is that? So there's a little rubber button right here. Similar thing I have, but I've kept it here. There you go. That works too. Yeah. Sorry. Oh, so I was a fool one day. I was backing out of my garage and I left my door open. So it hyperextended it. So now it's a little bit like this. So I have to get it fixed. That's why you have to like close it really hard. അപ്പോൾ ചെറിയ ട്രിക്കുകളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടിയിൽ ഈ സ്വിച്ചിന് കംപ്ലൈൻറ്റ് ആകുമ്പോൾ ഒരു പ്രസ് ബട്ടൺ വെച്ചിട്ടുണ്ട്. അതേമാതിരി പുള്ളിയും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതായാലും ഇനി ഇവിടുന്ന് നേരെ ഡെത്ത് വാലിയിലേക്കാണ്. വുൾഫ് 290 GD ആണ്, എൻ്റെ 300 GD ആണ്. സെയിം എഞ്ചിൻ തന്നെ. So it's going to be me, Hani, and then Kunal. Cool. Yep. അപ്പം പുള്ളി ആദ്യം പോകും, റാസ്, പിന്നെ ഞാൻ, പിന്നെ ബാക്കിൽ G65 കുന്നാലും. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് ഇതിൽ 5 സ്പീഡാണ് വന്നിരിക്കുന്നത്. എൻ്റെ 4 സ്പീഡാണ്. Feel a vibe is something amazing. ഇത് റൂട്ട് ബിയർ എന്ന് പറഞ്ഞ സാധനമാണ്. റൂട്ട് ബിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ സത്യം പറഞ്ഞാൽ ടേസ്റ്റ് ഒരു അയമോദകത്തിൻ്റെ എല്ലാം പോലത്തെ ഒരു ടേസ്റ്റാണ്. ബീട്രൂട്ട് പോലുള്ളൊരു റൂട്ടിൻ്റെ ആക്ച്വലി ഡ്രിങ്കാണിത്. ബിയർ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിയർ അല്ല കേട്ടോ. അത് നമ്മുടെ പെപ്സി
അതുപോലെ കോലാലും പോലെ തന്നെ, പക്ഷെ ഫ്ലേവേർഡ് ആണെന്നുള്ളത്. ഞാൻ പൊതുവെ കുടിക്കാത്തതാണ് അങ്ങനത്തെ എയറേറ്റഡ് ഡ്രിങ്ക്. പക്ഷെ ഇവിടെ വന്നപ്പം ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അത് നമ്മുടെ ലഞ്ച് ടൈമാണ്. ലഞ്ച് ടൈമിൽ തന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ചീസും ടർക്കിയിലാണ്, ചിപ്സ് ഉണ്ട്, ഈ മസ്റ്റർഡ് സോസെല്ലാം ഉപയോഗിക്കുക. എനിവേ, ഇപ്പോൾ നമ്മൾ ഡെത്ത് വാലിയിൽ മെയിൻ ഒരു സ്ഥലത്ത് എത്തിക്കണം. ഇവിടെ സ്പ്രിംഗ് ഉണ്ട്, ഹോട്ട് സ്പ്രിംഗ് ആണ്. നമ്മളവിടെ പോയി ഒന്ന് സ്പ്രിങ്ങിൽ ഒന്ന് കുളിച്ചു. നമ്മൾ ആ വിഷ്വൽസ് കാണിക്കുന്നില്ല, സെൻസേർഡ് ആയിപ്പോൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമ്മളിതപ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിച്ച് റിലാക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വിടും. ഈസ് ഹാവിംഗ് ഗുഡ് സാൻഡ്വിച്ച് വിച്ച് ഇസ് മെയ്ഡ് ബൈ ഹിം. So I will also have my sandwich. Anyway, this is one place when we reached here. It is quite hot. അതായത് അത്രയും ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അവിടെ പോകുമ്പോൾ തണുക്കും, തണലത്ത് പോകുമ്പോൾ തണുപ്പുണ്ട്. വെരി യുണീക്ക് പ്ലേസ്. ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ മിനറലുള്ള വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഹോട്ട് സ്പ്രിംഗ് ഉണ്ടെങ്കിൽ ഒന്ന് മുങ്ങാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനല്ലാന്ന് പറയും. ലൈറ്റ് കണ്ണിലടിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് കണ്ണാട വെക്കുന്നത്, കൂളിംഗ് ഗ്ലാസ്സിൽ വെക്കുന്നത്, അല്ലാതെ സ്റ്റൈലൊക്കെ മാത്രമല്ല. എനിവേ, ലെറ്റ് മീ ക്യാരി ഓൺ വിത്ത് ദ ലഞ്ച്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡെത്ത് വാലി നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സലീൻ വാലി വാം സ്പ്രിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ഏരിയക്ക് ബാറ്റ് കൗണ്ടി എന്നാണ് പറയുന്നത്. ബാറ്റ് നമ്മുടെ വവ്വാൽ. അവിടെ തന്നെ പല സ്ഥലത്തും ഈ വവ്വാലിൻ്റെ അടയാളങ്ങളും സൈനലും അവിടെ വെച്ചിട്ടുണ്ട്. എനിവേ, ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വലിയൊരു ഡെസേർട്ടഡ് ഏരിയയാണ്. വലിയൊരു ഏരിയ തന്നെയാണ് ഇത്. ഏറ്റവും എന്താ പറയുക, ഏറ്റവും വലിയൊരു കോൾഡ് ഡെസേർട്ട് പോലത്തെ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളെല്ലാം വന്നിരിക്കുന്ന റൂട്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് ടെറൈൻ. നമ്മൾ ഏറ്റവും ഹൈറ്റിൽ പോയി അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് മൊത്തം ചൂടുള്ളൊരു ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ പല ടെറൈൻസ് എൻകൗണ്ടർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായല്ലോ, ഒരു ഓഫ് റോഡർ എന്ന് പറയുമ്പം എല്ലാ ടെറൈനും എല്ലാ സിറ്റുവേഷനും എൻകൗണ്ടർ ചെയ്തിട്ട് നമുക്കൊരു തലവേദന ഇല്ലാതെ വരിക എന്നുള്ളതാണ് ഒരു ഓഫ് റോഡറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് കണ്ട്. അതാണ് നമ്മളിപ്പോൾ ജിയിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ പോകുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഓൾ ചലഞ്ചസ് ആർ കമ്മിങ് അഹെഡ്. ഞാനിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പഴയ ജി, അതായത് ഇവിടെയുള്ള വുൾഫ് എന്ന് പറയുന്ന മിലിറ്ററി ജിയാണ്. നേരത്തെ ഓടിച്ചു തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പറയുമ്പം ഗോപ്രോ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീചാർജ് എല്ലാം ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ഹോട്ട് സ്പ്രിംഗിൽ നിന്ന് അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. പ്യുവർ മെക്കാനിക്കൽ വെഹിക്കിൾ ഫ്രം ദ കോർ. ഇതിൽ ഫുള്ളി ലോഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക്സും ഇല്ല, ടർബോ ഇല്ല, നാച്ചുറൽ ആസ്പെക്റ്റഡ് ആണ്, മാനുവലാണ്, 5 സ്പീഡ്. പിന്നെ എങ്ങനെ കൊണ്ടായാലും ഒരു പ്രശ്നവുമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് എനിക്കത് പറയാൻ തന്നെ അറിയുന്ന കാര്യമാണ്. കാരണം ഞാനൊരു 12 കാരണം ഞാനൊരു 14 വർഷം ആയി G-Wagon ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ എല്ലാ സംഗതികളും നല്ലോണം അറിയാം. ഏറ്റവും അധികം എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നു. കൂടുതലും നമ്മൾ ഈ നിർത്തിയിടുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഇലക്ട്രിക്കലി ബാറ്ററി ഡൗൺ ആണെന്നുള്ളൂ. ഇപ്പോൾ ഒന്ന് ഞാൻ ഫ്യൂൽ പമ്പ് കാര്യമെല്ലാം ഒന്ന് മാറ്റിയെന്ന് കണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഓടിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമില്ലാതെ വേറെ ഒന്നും ഇല്ല, വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. Anyway, let me continue the drive.
റിഫ്റ്റ് വാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലം ഡ്രൈ ആവാറുണ്ട്. ഇപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് പല റേസുകളും കാര്യം നടക്കുക. നമുക്കിങ്ങനെ പോലെ ഇവിടെ അടിച്ചു വിട്ട് പോകാൻ പറ്റാറുണ്ട്. എന്നാലും ഇപ്പം നമുക്കിവിടെ വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഈ ഒരു കാഴ്ച മനോഹരമായ കാഴ്ചയാണ്. ഞാൻ ഡ്രോണിലൂടെ കാണിച്ചു തരാം. എൻജോയ്. Patch up ahead, uphill climb. You shoot cars mostly? I was just working on set, but I do some. We met on a Maserati shoot, Oh, really? and then the same guys. I was in Detroit with them doing a Grand Cherokee shoot. So, you got to sample all 3 Gs today. Yeah. Very curious to find out what you thought. Quite a difficult one. So all are different, Yeah. but all are the same. Yeah. That's what I felt about these all 3 Gs. Basic character remains the same. Yeah. But the first thing about the G65, it was so special for me today. Nobody has ever taken a effort to take out the maximum juice out of it. Yeah. I know that a lot of guys have 65. This is like loud. They drive it around boulevard. But this engine is so capable. Yeah. And we were exploring it in the right manner. It's not that we're just pushing it. Whenever we want, it's on call. Yeah. And the Wolf is so very, very close to me. It's very close to me. I've been experiencing that same thing for like 14 years now. Yeah. Yeah. But somewhat is different, like in the sense like you're more stripped down. Yeah. I have a little more into it. Yep. And it's actually here. Yeah. It's in the heart. They get under your skin. Yeah. They become like family members. Yeah, you know? it is my family member. Yeah. And the pickup, yeah. Pickup is like proper utility. Yeah. Yeah, if you drive it, you feel it's hard. It is strong enough to take anything on its back. Yeah. Yeah. So I don't know what it should be called. Your yak will be Yeah. good, right? Yeah. So it'll be Wolf and yak. It's a Wolf and a Yak and a V12. It's a good Yeah, combo. V12 horse, stallion. Yeah, exactly. Yeah, that's what I felt about the whole thing. That's awesome. Oh yeah, amazing cars, man. Lucky you have all 3. Yeah, 100%. Well, and like, I've never had the experience of having them all out together. Yeah. So even myself today, like I try to drive, every single one of them every week, you know? Yeah. But I've never had the opportunity to be, number one, like out somewhere off-roading with them all 3, but also be able to drive them back to back. Yeah. So even myself, like, I was talking today about how every single one that you get into, the windshield you're looking out of, the window you have your arm on, everything feels exactly the same. Yeah. But
everything from the amount of weight that it takes to like get some braking done Yeah. to just the capability that you have like leaving a corner, like everything, they're all so distinctly All different. distinct, yeah. And like I think that was one of my big goals when I started buying my first G and my second G and my third G was I wanted as many different G-Wagon experiences as you could get. Yeah. So I feel like each one of these is in kind of its very own kind of different corner of the G family. Absolutely. But Absolutely. they're all, like you said, they're all so similar. They're all the same. Yeah. But it's just the things under the hood and the shape of the body that makes them different. So. Exactly. So now today, how much miles we are covered? It was like 100 plus? Yeah, I think total, I think we did about 120 miles today. Wow. That entire stretch, there was not a single or minimum 1 meter been paved. Yeah. So entire thing was off-road. Yeah. So that is off-roading. It's Yeah, just overlanding, exactly. touring. Yeah. Off-roading just is not like going to a track and do. It's Yeah. also this. For sure. Yeah. And the entire day we spent was so memorable. Good. And the final shot at the Death Valley, Yeah. the lakes. So, Yeah. wow. Yeah. Yeah, amazing. Well, I'm very thankful that you guys came. Oh man, You know. I don't know like how to thank you for It's been my pleasure. getting into experience all the three. Yeah. Yeah, it is great great of you, man. Yeah, man. I mean, I love sharing them, and especially with people like you guys who really appreciate them. Yeah, And, I totally appreciate that. Yeah, of course, of course. Thanks for coming all that way. Yeah, I would like you to come to India and explore. Oh, we have to make it happen. yeah, We have to. as we discussed in Himalayas. Yeah, we Yeah. got to do it. That's a whole other animal. Yeah, you need to come. Yep. Well, I think that's one of the most fun things about G-Wagons. It's like, it just makes makes the whole world your playground. you know? Exactly. Yeah. So the thing is, unfortunately, a lot of people doesn't know about the real capability of the car. Yeah, definitely. It's always built for purpose. Yeah, And the cult users, they don't want to publicize it. yeah, I know a lot of people who really have good off-roading fun with G, yeah, but they don't even post a single photo. Yeah. So doesn't know what is Yeah. happening around. yeah, for sure. Yeah. So that's one thing I think miss out for the G, unfortunately. Yeah. I agree. Yeah, man, good mutton and rice. Really good. Super. മോർണിംഗ് ഗായ്സ്, നമ്മളിപ്പോൾ ഇന്നലെ പാനമൻ ഡ്യൂൺസ് എന്ന സ്ഥലത്ത് എത്തി ഇവിടെ ക്യാമ്പ് ചെയ്തു. തണുപ്പ് ആദ്യത്തെ അത്ര ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ സ്ഥലത്തിൻ്റെ അത്ര തണുപ്പില്ല, 5-6 ഡിഗ്രിയിലാണ്. പക്ഷെ ഒടുക്കത്തെ കാറ്റാണ്, ഭയങ്കര സ്ട്രോങ് വിൻഡാണ്. അതുകൊണ്ട് കാറ്റിങ്ങനെ അങ്ങനെ ഉള്ളിൽ കയറുന്ന ഫീലുള്ളത്. നമ്മൾ പ്രോപ്പർലി ഗേർഡും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമുണ്ട്. എനിവേ, കുടിൽ നിന്ന് കൊട്ടാരത്തിലായിരുന്നു ഇന്നലെ. എനിക്ക് ഈ ഒരു ടെൻറ്റിലാണ് ഉറങ്ങാൻ പറ്റിയത്. എന്തായാലും റാസിൻ്റെ ഈ ഒരു വണ്ടിൻ്റെ മേലെ ടെൻറ്റിൽ ഉറങ്ങി. ഇന്നിപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്ട്രെച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം. ഇറ്റ് ഇസ് ലൈക്ക് ഗോണ ബി എ ഗ്രേറ്റ് ഡേ, ഐ ഗെസ്. യാ. Hey, good morning. Morning. How was it? Oh man, it's like a hotel room. Yeah, right? From tent to room. That's an upgrade. Yep. Nice RV, huh? Thank you. Yeah, it is. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണോ അതോ ഇതിൻ്റെ ഒരു കുഴപ്പമാണോ അറിയില്ല, ഒടുക്കത്തെ കാറ്റാണ്. നിങ്ങൾ കണ്ടില്ല, ഇതിങ്ങനെ പാറിപ്പോയിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ആൾ എണീറ്റാൽ ഇത് പാറിപ്പോവും. അപ്പോൾ അതിനുള്ളിൽ 2 കല്ല് വെച്ചിട്ട് അപ്പോൾ നിൽക്കുന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഈ സിബ് ഞാൻ തുറന്നു വെച്ചത് ഈ മൈക്ക് വെക്കാൻ വേണ്ടി മാത്രം. ഇല്ലെങ്കിൽ ഇത് സിബ് ചെയ്തില്ലെങ്കിൽ കാറ്റ് ഉള്ളിൽ കയറി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തണുപ്പുള്ള കാറ്റ് അവിടെ അടിക്കുന്നത്. ഈ ഒരു പ്രത്യേകത, ഈ ഒരു സ്ഥലത്തിൻ്റെ വേക്കപ്പ് കോളായിട്ട് പറയുന്നത് ഇവരുടെ ഫ്ലൈറ്റ് പ്ലെയിൻ, US ആർമിയുടെ US എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് പ്ലെയിൻ ഇവിടെ ടെസ്റ്റ് ചെയ്യും. അതിങ്ങനെ താന്ന് പറന്ന് പോകുമ്പോഴാണ് ഒരു ക്യാമ്പ് ചെയ്യുന്നവരെല്ലാം അതിൻ്റെ ഒച്ച ഇട്ടിട്ട് എണീക്കാനെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ഏതായാലും ഉണ്ടായിട്ടില്ല, എന്തുകൊണ്ടും അറിയില്ല. അപ്പോൾ സാധാരണ ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് പ്ലെയിൻ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതുകൊണ്ടെല്ലാം തന്നെ ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തിൻ്റെ സ്റ്റിക്കർ എല്ലാം തന്നെ ആ ഫ്ലൈറ്റ് പ്ലെയിൻ്റെ ഒരു സൈറ്റിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, പക്ഷേ ഇന്നലെ കണ്ടത് ഇങ്ങനെ പറന്ന് പോകുന്നത് ഇതിങ്ങനെ താന്നിട്ട് പോകുമ്പോഴല്ലോ.
അവരുടെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ താഴ്ന്ന് പോയിട്ട് ഇങ്ങനെ പലപ്പോഴും വരെല്ലാം കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒച്ചയായിട്ട് എണീറ്റിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. US എയർഫോഴ്സിൻ്റെ പല ടെസ്റ്റിങ്ങും ഡെത്ത് വാലിയുടെ ആ ഭാഗത്താണ് നടക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവർക്കുള്ള ആർമി ഏരിയയിൽ ഒരു കോർണറിലുണ്ടെന്ന് പറഞ്ഞാൽ ഡെത്ത് വാലിൻ്റെ ഏറ്റവും വലിയൊരു ഏരിയയാണ്. അപ്പോൾ ഒരു ഏതൊരു കോർണറിൽ ഇവർ ഈ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യുന്നതെല്ലാം ചെയ്യുന്ന ഏരിയയാണ്. എന്തായാലും ഇന്ന് നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല, ഉണ്ടെങ്കിൽ കാണാമായിരുന്നു. അഥവാ വരികയാണെങ്കിൽ നമ്മൾ കാണിക്കാം. G-Wagon കുറിച്ച് പറയുമ്പോൾ G-Wagon ഇറങ്ങിയത് 1979 അത് ഇറങ്ങാനുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പലതും കേട്ടിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യണമെങ്കിൽ പക്ക മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ് G-Wagon നിർമ്മിച്ചിരുന്നത്. ഷാഫ് ഇറാനിന് വേണ്ടിയിട്ട് മെർസിഡീസിനോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. മെർസിഡീസ് ബെൻസ് ഓസ്ട്രിയൻ കമ്പനി ആയിട്ടുള്ള സ്റ്റിയർ പുഷായിട്ട് ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇന്നും G-Wagon ബിൽഡ് ചെയ്യുന്നത് ഗ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓസ്ട്രിയയിൽ. അത് സ്റ്റിയർ കമ്പനിയുടെ ആ ഒരു പ്ലാന്റ് തന്നെ ഇന്നും ബിൽഡ് ചെയ്യുന്നത്. അതിപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നല്ലോ. അതിൻ്റെ കോഡ് നെയിം ഉണ്ടായിരുന്നത് W460 എന്നായിരുന്നു. 460 G-Wagon തുടങ്ങുന്നത്. ആ മോഡലാണ് ഇത് 84 ഏറ്റവും സ്റ്റാർട്ടിങ് G-Wagon എന്ന് പറയാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 4 ബോഡി ഷേപ്പിലായിരുന്നു G-Wagon വന്നിരുന്നത്. 2 വീൽ ബേസിൽ ആണ് വന്നിരുന്നത്. ഒന്ന് കൂപ്പയാണ്, ഒന്ന് ഷോർട്ട് വീൽ ബേസ് ആണ്. ഒന്ന് ലോങ് വീൽ ബേസിൽ ഒന്ന് 5 ഡോറും, പിന്നെ ഒന്ന് വന്നിരുന്നത് പിക്കപ്പ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു മോഡൽ തുടക്കം മുതലുള്ള മോഡലാണ് 84 വന്നിരുന്നത്. 290 GD എന്ന് പറഞ്ഞാണ്. ബേസിക്കലി എല്ലാ വണ്ടിയുടെയും ബോഡി ഒന്ന് തന്നെയാണ്, ബോഡി ഷേപ്പ് ഒന്ന് തന്നെയാണ്, മെഷർമെൻ്റ് ഒന്നും അവിടെ ഉള്ളത്. പക്ഷേ ഓരോന്നിലും ഫെയറിങ്സും അതിൻ്റെ മേലുള്ള വീലും അതിൻ്റെ വീൽ ആച്ചസിൻ്റെ എല്ലാം ഡിഫറൻസ് കൊണ്ട് തന്നെ മൂന്ന് സൈസായി തോന്നിക്കും. ആക്ച്വലി ഒരേ സൈസിൽ നിൽക്കുന്ന വണ്ടികളാണ്, മൂന്ന് സൈസായി തോന്നിക്കുന്ന രീതിയിലുള്ള. അപ്പോൾ ഈ മോഡൽ തന്നെയാണ് എൻ്റെ കയ്യിലുള്ള 460. 460 തന്നെ കുറച്ച് വണ്ടികൾ അന്ന് ഡിമാൻഡ് കാരണം പ്രൊഡക്ഷൻ ഓസ്ട്രേലിയ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രീസിൽ പോയി നിർമ്മിച്ചിരുന്നു. അതിൽ പെടുന്ന ഒരു വണ്ടിയാണ് എൻ്റെത്. അന്ന് കനേഡിയൻ ആർമിക്ക് പോയ കൂട്ടത്തിലുള്ള കനേഡിയൻ എംബസിക്ക് വന്ന വണ്ടിയായിരുന്നു എൻ്റെത്. ഇത് കഴിഞ്ഞ നെക്സ്റ്റ് ഉള്ളത് ഇവിടെ G65 ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന തൊട്ട് മുന്നേ വരെയുള്ള ബോഡി ഷേപ്പും ആ ഫെയറിങ്ങും എല്ലാം വന്നു. അതിൽ വന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വന്നിരിക്കുന്നതാണ് G65 എന്നാണ്. V12 എഞ്ചിൻ വെച്ചിട്ടുള്ള ആകെ വന്നിരിക്കുന്ന G-Wagon ആണിത്. പിന്നെ വന്ന് ലാൻഡ്രിലെ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് G650 എന്ന് പറഞ്ഞിട്ട് മാബാക്ക് എഡിഷനിൽ വന്ന വളരെ ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. എന്നാൽ ഇതെന്ന് പറയുന്നത് ഒരു സമയത്ത് വളരെ വളരെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. കുറച്ച് വണ്ടികൾ ഇറക്കിയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് ആൻഡ് ക്രസ്റ്റ് ഓഫ് ആൾക്കാർ വാങ്ങിയിരുന്ന വണ്ടികളാണ്. എന്നാൽ ഇത് ആ സമയത്ത് ഏറ്റവും പോപ്പുലർ ആയിരുന്നത് G63 പറഞ്ഞ V8 മോഡലാണ്. അപ്പോൾ ഇത് കുറച്ചുള്ള വണ്ടികളും അതാണ് രാജു ഇവിടെ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. എന്നാലും ഞാൻ പറഞ്ഞ ഒരു ഫെയറിങ് വന്നു. ഇത് പ്രത്യേകിച്ച് AMG വന്നപ്പോൾ കുറച്ച് വൈഡ് ആയിട്ടുള്ള വീൽ ആച്ചസ് എല്ലാം വന്നിരുന്നു. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് തന്നെ അപ്ഗ്രേഡഡ് ടയറാണ്, വീലുമാണ്. പിന്നെ ഈ ഇതെല്ലാം ടെൻ്റെല്ലാം കൂടി കാണുമ്പോൾ ഈ ഒരു വണ്ടി 460 കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര വലുതായി തോന്നും. എന്തായാലും ഇതിൽ കുറേ ഗാർണിഷിങ് എലമെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ഭാഗമാണ് ഈ ക്രോമായിട്ടുള്ള ഗ്രില്ലും കാര്യങ്ങളെല്ലാം. പിന്നെ വന്നിരുന്ന വണ്ടിയാണിത്. ഇത് 1996 ഇവിടെ ഉള്ളത്. ഇത് 2016 ആയിരുന്നേ. ഇത് 1996 ഇത് മെർസിഡീസിൻ്റെ തന്നെ G-Wagonൻ്റെ കമേഴ്ഷ്യൽ വെഹിക്കിളിലേക്ക് വരുന്ന, അത് മിലിറ്ററിക്കും പോകാറുണ്ട്, എല്ലാം കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നു. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ പിക്കപ്പ് എല്ലാം വന്നിരുന്നു. ആ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇത് ആക്ച്വലി 462 461 ആയിരുന്നത്. 461 2 നിൽക്കുന്ന വണ്ടിയാണ്. 290 GD എന്നുള്ള സെയിം നോമിക്ലേച്ചർ ആണെങ്കിലും എഞ്ചിൻ വ്യത്യാസമുണ്ട്. അത് 5 സിലിണ്ടർ, ഇത് 6 സിലിണ്ടറാണ്, ഇത് V12 അപ്പോൾ ഈ വന്നിരിക്കുന്ന വണ്ടിയും ഈ പറഞ്ഞ വീല് കുറച്ച് പ്രൊഫൈൽ കൂടിയ ടയർ, വീൽ ആർച്ചെല്ലാം കാണുമ്പം വുൾഫിനെക്കാളും കുറച്ച് വലുതായിട്ട് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ഒരേ ബോഡി ഷേപ്പ്, ഇതിൻ്റെ പിന്നെ ആകെ ക്യാബിൻ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഒരേ ബോഡി ഷേപ്പ് ആണെങ്കിൽ കൂടി ഈ ചെറിയ എലമെൻറ്റ്സ് കൊണ്ട് വണ്ടിയുടെ ലുക്സ് ഭയങ്കര വ്യത്യാസമാണ്. എനിവേ ഈ 3 G എന്ന് പറയുന്നത് ഒരേ ജനറേഷനിലുള്ള 3 ടൈപ്പ് ഓഫ് G എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. 3 ടൈപ്പിലാണ് G വന്നിരുന്നത്. ഒന്ന് പ്രോപ്പർ റോ മിലിറ്ററി വെഹിക്കിൾ, പിന്നെ ഒന്ന് വന്ന് കമേഴ്ഷ്യൽ പേപ്പർ, പിന്നെ വന്നത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർ കണ്ടതും ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ഓൺ റോഡ് പർപ്പസിനുള്ള സ്ട്രീറ്റ് ബൊളവാർഡ് വെഹിക്കിളായിട്ട് നിന്നിരുന്ന വണ്ടിയാണ്. ആ വണ്ടിയിൽ ഇവിടുന്നാണ് G65. ഈ 3 ആണ് നമ്മുടെ അടുത്തുള്ളതും ഡ്രൈവിനുള്ള രാജ കൊണ്ടുവന്നിട്ടുള്ളതും. എന്തായാലും 3 ടൈപ്പ് വണ്ടികളിലും ഒരേ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. എല്ലാം അൾട്ടിമേറ്റ് ഓഫ് റോഡേഴ്സ് ആണെന്നാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ബാനമനിലെ പെട്രോൾ പമ്പിലുള്ള പെട്രോൾ സ്റ്റേഷൻ എന്നാണ് അവിടെ പറയുന്നത്. ഇത് ഒരു ലാസ്റ്റ് സ്റ്റേഷനാണ്. ഒരു സിവിലൈസേഷനോ കാര്യങ്ങളോ ഇനി അങ്ങോട്ടോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ പെട്രോൾ സ്റ്റേഷനുണ്ട്, ഫുഡ് കഴിക്കണ അതുണ്ട്, അങ്ങനെയെല്ലാം ഉള്ള ലാസ്റ്റ് സ്റ്റേഷൻ. ഈ 45 മിനിറ്റിലേക്ക് ഒരു തരം സിവിലൈസേഷൻ ഉണ്ടാവില്ല. ഡെത്ത് വാലിൻ്റെ ഒരു ഭാഗമാണ്, ഒരു എൻട്രിയാണിത്. അപ്പോൾ ഇവിടുന്ന് ആളുകൾ ഫില്ല് ചെയ്ത് പോകാറുള്ളത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, G65 നമ്മൾ ഓൺ റോഡ് വരുമ്പം നമുക്ക് 2 പ്രാവശ്യം ഫില്ല് ചെയ്യേണ്ടി വന്നെങ്കിലും നമുക്ക് ഓഫ് റോഡ് ഇതുവരെ ചെയ്തിട്ടും ഇപ്പോഴും 3/4 ടാങ്ക് മാത്രം ആണ് ആകെ ചിലവായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫില്ല് ചെയ്തെന്നേ ഉള്ളൂ, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. എങ്കിലും നല്ലൊരു മൈലേജ് ഞാൻ വിചാരിച്ചതിനേക്കാളും ഓഫ് റോഡിൽ കിട്ടിയിട്ടുണ്ട്. Okay guys, the epic journey is coming to an end. Actually, we are heading back to LA and it was really an epic one of the most memorable drives ever had. There are a couple of reasons for that. One is of course the 3G you're known for us, and to have an epic drive with the G is always a G lover would love to have. And that too in a place called Death Valley, which is very unpredictable, which has got all kind of terrain, all kind of weather and all kind of challenges which we had encountered a lot. That's for sure. Yeah, so hope you guys had a good fun, and I think Raz can give a close note to our audience. Yeah, just wanted to thank you guys for following along, and to thank you and Kunal for coming out and enjoying the Gs, and allowing me the opportunity to have all of them out together. I've never done that before, so and to share it with G-Wagon guys like you, it just makes it very special. So Exactly. thank you for coming. Thank you. Actually, big thanks to you for donning the cars. Anyway, guys, you can follow Raz in the Instagram handle which I'm putting out here, and he's an amazing photographer, and you can see how he is clicking, and he will always putting up photos of these Gs also in that. Yep. So try to follow him. Anyway, let me know your comments about this trip. We had a great fun, and hope you guys also enjoyed all that fun. ഞാനിപ്പോൾ ലാസ്റ്റ് മലയാളം പറയാൻ കാരണം ഇതിടയ്ക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഇംഗ്ലീഷായിരിക്കും കൂടുതൽ സംസാരിക്കുക, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കണ്ടിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു. എന്തായാലും ഈ ഒരു ജേർണി എനിക്ക് അടിപൊളി മെമ്മറബിൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രൈവ്സും ജേർണി ആയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആണെന്ന് കരുതുന്നു. എന്തായാലും വീഡിയോകൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യണം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.